എത്ര വർഷമായി മമ്മി നമ്മൾ കല്യാണം കഴിച്ചിട്ട്? അപ്പോൾ ഇത് ഏത് വർഷമാണ്? ഈ വർഷം എത്ര? 2021 2021 നമ്മളെന്നാ കല്യാണം കഴിച്ചത്? 74 എന്നായിരുന്നു? അവിടെ അങ്ങ് എഴുതിയിട്ടില്ല. ജൂൺ 12 ഇപ്പോൾ ഈ ശനിയാഴ്ചയാണെന്ന് തോന്നുന്നു 12. അപ്പോൾ എത്ര വർഷമായി നമ്മൾ കല്യാണം കഴിച്ചിട്ട്? 75, 74, 75, 2000. അപ്പോൾ 26 വർഷം. 2000 ആയപ്പോൾ 26 വർഷം. അപ്പോൾ ഈ 21 ഇതോടെ കൂട്ടുമ്പം എത്രയെന്ന് പറഞ്ഞ്? 26, 20, 46, 47 വർഷമായി. അപ്പോൾ ഷഷ്ടിപൂർത്തി എന്തുവാ സിൽവർ ജൂബിലി 3 വർഷം കൂടെ കഴിയുമ്പോൾ സിൽവർ ജൂബിലി നമ്മൾ ആഘോഷിക്കണം. സിൽവർ ജൂബിലി എന്ന് പറഞ്ഞാൽ എന്തുവാ? 50 വർഷം തികയുന്നതിനാ സിൽവർ ജൂബിലി. അപ്പോൾ സുബിക്ക് എത്ര വയസ്സായി? നേരത്തെ ഒരു വർഷം കുറച്ചാൽ ഇപ്പോൾ 47 1 പോയി. അപ്പോൾ ഈ ഏപ്രിൽ 22 അവന് സുബിക്ക് 46 വയസ്സ് കഴിഞ്ഞു. 47 കയറി. അയ്യോ, 47 കയറി. അപ്പം ഓക്കെ, സമയം ഉറക്കെ പറയാം. അത് കേൾക്കാൻ 46 വർഷം. അപ്പം പിന്നെ അടുത്ത സ്റ്റേസി എന്നുള്ള 86 നമ്മളിവിടെ വന്നു ഫ്ലോറിഡയിൽ. അയ്യോ, മമ്മി മറന്നുപോയോ? മമ്മിയും പിന്നെ സ്റ്റേസിയും കൂടെ അല്ലയോ പ്ലെയിനേ വന്നത്? മമ്മി അവള് 2 മാസം ഉണ്ടായിരുന്നു. മമ്മി പ്ലെയിനേ വന്ന് ഞാനും സുബിയും കൂടെ ഡ്രൈവ് ചെയ്താ ഇവിടെ വന്നു. ആ കാറുമായിട്ട് കടല സുപ്രീം കാറുമായിട്ട് ഡ്രൈവ് ചെയ്ത് ഇവിടെ വന്നു. വഴിക്ക് വന്നിട്ട് ടയർ പഞ്ചറായി. വണ്ടിക്കകത്ത് കിടന്ന് സ്പെയർ ടയർ എടുത്ത് അതിട്ടോണ്ടാ ഇവിടെ ഫ്ലോറിഡായി വന്നു. നമ്മൾ ആദ്യം എവിടെയാണ് താമസിച്ചത്? എവിടെ ഓർക്കുന്നോ? 72nd അവന്യൂ ജോൺസൺ സ്ട്രീറ്റിലെ അവിടെ അപ്പാർട്ട്മെൻറ്റിലെ 10ാമത്തെ റൂമിൽ നമ്മളവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഉടനെ അവിടെ വന്ന ആരാന്നറിയാം? വർക്കിംഗ് ജോയി ഇല്ലേ? ജോയും ചിന്നമ്മയും, ശോശാമ്മയുടെ അനിയത്തി ചിന്നമ്മയും ജോയി ഇല്ലേ? അവരാ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചത്. നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മളിവിടെ വീട് വാങ്ങിച്ച് ഇവിടെ മാറിയിട്ട് ഇപ്പോൾ 86, 87. ഇപ്പോൾ എത്ര വയസ്സായ? 20. 56 ആകുമ്പോൾ 90ആയിരിക്കും. 90 10. അപ്പോൾ 14, 20, 34 വർഷമായി നമ്മൾ ഈ വീട്ടിൽ താമസിക്കും. 34 വർഷം. സ്റ്റേസിക്ക് 35 വയസ്സുമായി. ഏപ്രിൽ 22 അല്ല, എത്ര
അത് സുബിയുടെ ബർത്ത്ഡേ ആയി ഏപ്രിൽ. സ്റ്റേജിയുടെ ബർത്ത്ഡേ ജാനുവരി 18, 1986. ജാനുവരി 18, 1986. അപ്പോൾ അവർക്ക് 35 വയസ്സായി. ജാനുവരി 19 എൻ്റേതായി 18 ഇല്ലയോ? എൻ്റേതായ ഡേറ്റ് ഓഫ് ബർത്ത് 18 സെപ്റ്റംബർ 18. പിന്നെ ആരാ? സൂബി. അയ്യോ, ടോണി മാർച്ച് 15, 93. അപ്പോൾ അവനെത്ര വയസ്സായി? മാർച്ച് 15, 93 ആകുമ്പം 7 28 വയസ്സാവും. ഇതുവരെ അവൻ പെണ്ണും കിട്ടിയില്ല. ഒരു കൊച്ചു മക്കളെ നീ എന്നാ ഉണ്ടാകുന്നത്? നമ്മുടെ പ്രായമാകുമ്പോൾ മക്കളൊന്നും കാണത്തില്ല. സുബിക്കാന്ന് ഇപ്പം പിന്നെ മക്കള് ഇപ്പോൾ റജോൺ ഇപ്പോൾ എത്ര വയസ്സായി? 12 വയസ്സ്. 12 ഇനി അധികം താമസിക്കാതെ 13 ടീനേജറാകുക. 13 ടീനേജറാകുക. അപ്പോൾ അവനിപ്പോൾ 12 വയസ്സ് കഴിഞ്ഞു ഇല്ലയോ? അത് കഴിയുമ്പോൾ നീ ആരാ? അടുത്ത ആരാ? ജനവീവ്. ഇന്നിപ്പോൾ എത്ര വയസ്സായി? 10 വയസ്സ്. 10 ഏത് വർഷമാണ് ജനിച്ചത്? ജനവീവ് ജനിച്ച ഏത് വർഷമാണ്? വിജയ 2011. 2011 ആയപ്പോൾ 10 വയസ്സായി. ഈ 2001 ആയപ്പോൾ 2021 ആയപ്പോൾ 10 വയസ്സ്. അപ്പോൾ എലൈജയ്ക്കോ? 2012. അപ്പോൾ അവനിപ്പോൾ 9 വയസ്സായി. 9 വയസ്സ്. 12ഉം 8ഉം ഇത് 1, 8, 1, 9. 12 വയസ്സ്. പിന്നെ ആരാ? പേള്. 2018 ആകുമ്പോൾ 9, 10, 11. ഈ സെപ്റ്റംബറിലല്ലയോ? ഇപ്പം സെപ്റ്റംബർ ആകുമ്പോഴേ 3 വയസ്സാകത്തുള്ളൂ. നവംബർ 22. അപ്പോൾ എൻ്റേതാ സെപ്റ്റംബർ അല്ലയോ? നവംബർ 22 ആകുമ്പോൾ 3 വയസ്സാകും. വാ, നവംബർ 22 ബർത്ത്ഡേ ആകുമ്പം ഇപ്പോഴത്തേക്ക് നീ അടുത്ത കൊച്ചു ഉണ്ടാവുമോ? അത് നീ എന്നാ ഇനി ഡ്യൂ? അത് ഡ്യൂ എന്നു പറഞ്ഞ ഓർമ്മയാണ്. എഴുതി വെക്കേണ്ടതായിരുന്നു. നവംബർ അത് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ. ഇനി അടുത്ത കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്നായിരിക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അത് ഇതിനകത്ത് ഒന്നും എന്നും ചോദിക്കുമ്പം എന്നാലും എക്സ്പെക്റ്റിംഗ് ഡേറ്റ് അല്ലേ പറയാൻ പറ്റുള്ളൂ. സൂക്ഷം ഡേറ്റ് അറിയത്തില്ല. അയ്യോ, നമ്മൾ പ്രായമാകുക ഇല്ലയോ? അപ്പോൾ എത്ര കൊച്ചുമക്കളുണ്ട്? 3, 2, 5. ഇത് പിന്നെ അയ്യോ, ടൈലറിന് ഇപ്പോൾ 20 വയസ്സോ 21 വയസ്സോ? 21 വയസ്സായോ? ടൈലറിന് 21 വയസ്സായി. 2011 2011
അപ്പോൾ പിന്നെ 11 ഇപ്പോൾ ഈ പിന്നെ അല്ല അല്ല 2001 അപ്പോൾ ഈ 21 ആകുമ്പം ഏത് മാസം? മാർച്ച് 7 2021 ആകുമ്പോൾ 20 വയസ്സായി. അല്ല 11 വയസ്സേ ഉള്ളൂ അവന്. അവക്ക് റജോനേക്കാളും എങ്ങാന്നോ ആര് പറഞ്ഞു? റജോനേക്കാളിലും പ്രായമുണ്ട് ഈ എന്തുവാ ടൈലറിന്. ടൈലറും ആ കൂട്ടത്തിലുള്ളതില്ലേ. അപ്പോൾ ഈ 2001 ആകുമ്പോൾ 20 വയസ്സായി. അപ്പോൾ 3 മക്കളും 6 കൊച്ചു മക്കളും. അപ്പം ഞാൻ അമ്മയോട് ചോദിക്കുക മക്കൾ എത്ര ഉണ്ട്? എത്ര ഉണ്ടായിരുന്നു? എത്ര മക്കളുണ്ട്? എനിക്കറിയത്തില്ല. ഉള്ളതൊക്കെ ഉണ്ട്. എത്ര കൊച്ചുമക്കളുണ്ട്? ആർക്കറിയാം? ടോട്ടൽ എത്ര മക്കളുണ്ട്? എനിക്കറിയത്തില്ല. ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുക. ഇനി എനിക്കൊന്നും അറിയത്തുമില്ല, ഞാനൊന്നും പറയുന്നുമില്ല. അമ്മ ഉണ്ടായിരുന്നേ, ഞാൻ എവിടെ വർത്താനം പറഞ്ഞു? ഞാൻ വല്ലതും പറഞ്ഞോ? ഞാൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഞാൻ മിണ്ടാതിരിക്കുന്ന എന്നോട് പറയാം മിണ്ടരുതെന്ന്. എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞു വെച്ച് പിന്നെ എന്തോ ഞാനൊന്നും മിണ്ടരുതെന്നല്ലയോ? ഞാനിനി ഒരക്ഷരം പോലും മിണ്ടത്തില്ല. നിങ്ങൾ നീ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, ഞാൻ മിണ്ടുന്നോ ഇല്ലയോ? എന്തോ ഞാൻ പറഞ്ഞത്? ഞാൻ ഒരക്ഷരം പോലും പറഞ്ഞില്ല. നിങ്ങളാ പറഞ്ഞത് ഞാൻ മിണ്ടുന്നത്. ഞാൻ മിണ്ടുന്നത് നിങ്ങൾ പറഞ്ഞു വെച്ച് ഞാൻ മിണ്ടുന്നതെന്ന് പറഞ്ഞ് ഞാനിനി ഒറ്റ അക്ഷരം മിണ്ടത്തില്ല. ആരാ പറഞ്ഞത് മിണ്ടുന്നത്? ഞാൻ മിണ്ടിയെന്ന്. ഇനി പാതി പ്രതിയായി. ഞാൻ എന്തോ പറഞ്ഞതെന്തുവാ? ഞാനെന്തോ പറഞ്ഞ് ഞാൻ ഒന്ന് പറഞ്ഞ് എന്തുവാന്ന് ഇപ്പം പറഞ്ഞ ഒരു വാദി പ്രതിയായി. അതാ കുഴപ്പം. തലയിലൊന്നും ഇല്ലെങ്കിലും പറഞ്ഞു ജയിക്കാൻ ഇപ്പോഴും പിടിക്കുക. ഒരൊറ്റ തിന്നില്ലേലും വേണ്ടിയല്ല, വർത്തമാനം. കാർക്കിക്കുക, ഭിത്തിയിൽ നിലത്തും. ഇതാരാണ്ട് ഒഴിച്ചു വെക്കാനാണ്. ഇതെല്ലാം അങ്ങ് കളയാനുള്ള, എഡിറ്റ് ചെയ്ത് കളയാനുള്ള. ഒരു വേണ്ട. ഇപ്പം ഉച്ചയ്ക്ക് കൊടുക്കുന്നത് പകുതി കഴിക്കും. പകുതി ചോറ് അവിടെ ഫ്രിഡ്ജ് വെച്ചു. വൈകിട്ട് കൊടുക്കാൻ നല്ല അരിയുന്നു. അത് നീ കഴിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കണം. ഇപ്പം രാവിലെ ആകില്ല. ഷാജി ഒന്ന് പോയിക്കണമായിരുന്നു. കിഡ്സിന്റെ പറ, പേര് പറ. കിഡ്സിന്റെ വരുന്ന കിഡ് ആരുടെ കിഡ്സിന്റെ സ്റ്റേസിയുടെ വരുന്ന കിഡ്. അത് പേര് പറഞ്ഞില്ല. അവന്റെ പേരെന്തുവാ? എനിക്ക് തുടങ്ങ ഒരു പാസ് ചെയ്തിട്ട് എന്നിട്ട് തുടങ്ങാം. ചോദിക്ക. സ്റ്റേസിയുടെ അടുത്ത കുഞ്ഞിന്റെ പേരെന്തുവാ പറഞ്ഞത്? ജേക്കബ് പോൾ ഹരിജന, അങ്ങനല്ലേ പറഞ്ഞു? ജേക്കബ് എന്നാന്ന് പറഞ്ഞത്.
ഏതായാലും മിഡിൽ നെയിം പോളാണ്. ജേക്കബ് പോൾ ഹരിചരൻ. പോൾ ജേക്കബ്. അന്നേരം പറയുകയും ചെയ്തു, അത് കേട്ട മലയാളിയാണെന്ന് തോന്നുന്നു, നാട്ടിലെ ഒരു പാസ്റ്ററാണെന്ന് തോന്നുന്നു പോൾ ജേക്കബ്. പോൾ ജോർജിന്റെ പേര് ജോർജ. ഇത് പോൾ ജേക്കബ് പോൾ ഹരിചരൻ. ഹരിചരൻ ഹരിചരൻ ദൈവത്തിൻ്റെ പാദത്തിൽ. ദൈവത്തിൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവൻ ഹരിചരൻ. ദൈവത്തിൻ്റെ പാദത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവത്തിൻ്റെ പാദമായി തീരുന്നവൻ. അതാണ് അതിൻ്റെ അർത്ഥം. ഹരിചരൻ. ഇത് എല്ലാം ഞാനാ പറഞ്ഞത്. മമ്മി എന്താ പറഞ്ഞു? മമ്മിയെല്ലാം ഇരുന്ന് ചിരിച്ചു. മമ്മിക്ക് എന്തോ പറയാനുള്ളത് എന്തുവാ? എന്തോ ഏതുകൊണ്ട്? മമ്മി ഒന്നും പറഞ്ഞില്ല. മമ്മി ഇന്നലെ അങ്ങോട്ട് നോക്കി ചിരിക്കുന്നു, ഇങ്ങോട്ട് നോക്കി. നിന്നെ നോക്കിയല്ല, എന്നെ നോക്കിയ. മമ്മി ഇങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കാതെ ഇങ്ങോട്ട് നോക്കി പറ. 46 വർഷമായെന്ന്. 47. കല്യാണം കഴിച്ചിട്ട് 47 വർഷമായി. നീ എന്തോ പരിപാടി എന്തുവാ? ഭർത്താവ് വരണം. പോണോ? ഓ, കർത്താവ് വരണം. കർത്താവ് വിളിച്ചാലോ? കർത്താവ് വിളിച്ചാൽ പോകാൻ റെഡിയാന്നോ? അത്ര കോൺഫിഡൻസാ? അത് ശരി. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. വചനത്തെയും ജീവിതത്തെയും നിർമ്മലീകരിച്ച് ജീവിക്കും. ഓക്കെ. അതിനെന്തോ ചെയ്യുന്നത്? വന്നു ചൊന്ന മഹേശ, കൊടുത്തൊരു യൂദാവെ പോലും ഉറ്റ സഖാവെന്നു ചൊന്ന മഹേശ, എന്നോ ഞാൻ കാണും നിന്നെ, എന്നോ ഞാൻ കാണും നിന്നെ, മാനുവേലേ, എന്നോ ഞാൻ കാണും നിന്നെ. എനിക്കും അറിയത്തില്ല. ഏത് പാട്ടാ? അത്രേ എനിക്കറിയത്തില്ല. അമ്മ എപ്പോഴും പാടുന്ന എന്നോ ഞാൻ കാണും നിന്നെ, എന്നോ ഞാൻ കാണും നിന്നെ, ഒറ്റിക്കൊടുത്തോരു യൂദാവെ പോലും ഉറ്റ സഖാവെന്നു ചൊന്ന മഹേശ, എന്നോ ഞാൻ കാണും നിന്നെ, എന്നോ ഞാൻ കാണും നിന്നെ, മാനുവേലേ, എന്നോ ഞാൻ കാണും നിന്നെ, എന്നോ ഞാൻ കാണും നിന്നെ. ഓക്കെ. നല്ല തണുപ്പുണ്ടല്ലയോ? സുഖമുണ്ട്. ഇവിടെ അങ്ങ് ഇരിക്കാം. കൊതുക് കടിക്കുന്നു. കൊതുക് കടിക്കുന്നു. ലാസ്റ്റ് വേർഡ്സ് പറ. ലാസ്റ്റ് ഒരു എൻഡ് വേർഡ്സ്. ലാസ്റ്റ് വേർഡ്സ്.
ആശീർവാദം ആശീർവാദം പറയണം. Father, Son and the Holy Ghost. In the name of Jesus. I bless you in the name of the Father and the Son and the Holy Ghost. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാവരുടെയും നമുക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നവരും പ്രായം കൂടി കൂടി വരിക. അപ്പോൾ നമുക്ക് എത്ര വയസ്സായി? 72 വയസ്സ്. നിനക്ക് 72 വയസ്സ്. 72 വയസ്സ് വരുന്ന വർഷമേ നിനക്കാകത്തുള്ളൂ. 2022 72 ആകും. എനിക്ക് സെപ്റ്റംബർ 72. ഈ പേപ്പറെല്ലാം ഒരുമാതിരി പേപ്പറിനകത്ത് അത് എഴുതി അതെല്ലാം കൺഫ്യൂസ്ഡ് ആകും. ഡേറ്റായിട്ട് ഇയർലി ഡേറ്റൊക്കെ വെച്ച് കൺഫ്യൂസ്ഡ് ആകും. അന്ന് ഇത് വല്ലതും ആലോചിച്ചോണ്ടാന്ന് ഡേറ്റ് ഓഫ് ബർത്ത് വല്ലതും വെച്ചത്. അന്ന് വിചാരിച്ചു നേരത്തെ കൊച്ചു പള്ളിക്കൂടത്തിൽ പോട്ടെ, 10 വയസ്സാകുമ്പോഴേ ഹൈസ്കൂളും പാസ്സാകും, കോളേജിലും പോവും, പിന്നെ അങ്ങ് കെട്ടിച്ചു വിടുകയും ചെയ്യാം. ഇപ്പോഴല്ലേ മനസ്സിലായ ഏജെല്ലാം കൂടെ കൺഫ്യൂസ്ഡായി. എന്നിട്ട് അവരങ്ങ് പോവുകയും ചെയ്തു. ഇല്ലയോ? ഓക്കെ. ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറ. മമ്മി പറ. This is our family. These are our kids and grandkids. Hopefully more. May the Lord bless and multiply generations. കൊച്ചുമക്കളെ കാണാം. ഉറക്കെ പറ, കേൾക്കത്തില്ല. കാണും. ഓക്കെ, alright, later.